ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയൊക്കെ പോകുന്നു. പിന്നെ ചെറിയൊരു ബോറടി ഒക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. കുഞ്ഞൻ പോയി ജോലിക്ക്. അതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. ഇവിടെ രാവിലെ തന്നെ കറണ്ട് പോയിട്ടുണ്ട്. ഇതിനി എപ്പം വരുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. തോന്നിയതുപോലെയാണ് ഇവിടുത്തെ കറണ്ട് പോക്കിൽ. ഒന്ന് പോയി കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പം വൈകുന്നേരം ഒരു 6:30 7 മണി വരെയൊക്കെ കാണത്തില്ല. അത് കഴിഞ്ഞ് ചിലപ്പോൾ രാത്രിയിൽ അതേപോലെ പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ടേ ഇരിക്കും. പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണോ ഇല്ലയോ എന്നൊന്ന് പറയണം. ഇവിടെ എന്തായാലും സ്ഥിരമായിട്ട് കറണ്ട് പോക്കാണ് കേട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയായിരുന്നു. ദോശയുടെ കൂടെ ഞാൻ എടുത്തേക്കുന്ന ഉള്ളിക്കറിയാണ്. ഇത് മുട്ടക്കറി ഇന്നലെ നമ്മൾ ചപ്പാത്തിയുടെ രാത്രിയിൽ ഉണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ ബാലൻസ് ഉള്ളതായിരുന്നു. അപ്പം മുട്ടയില്ലയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതാണ് എടുത്തത്. കടലക്കറി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കെന്തോ കടലക്കറി വേണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. കൊള്ളായിരുന്നു നമ്മൾ ദോശയുടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് മമ്മി രാവിലെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എനിക്ക് പിന്നെ ഇരുന്നതിൻ്റെ ബാലൻസ് എടുത്ത് തന്നെയാണ്. അങ്ങനെ അതും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നു. എൻ്റെ മൂക്കിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെളുവിളാന്ന് ഇങ്ങനെ ഇളകി വരും കേട്ടോ. പാട പോലെ ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളകും. എപ്പോഴും ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, മാറുന്നേ ഇല്ല. അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. കുറേയൊക്കെ ഞാൻ ക്രീമൊക്കെ പുരട്ടിയൊക്കെ നോക്കി, പക്ഷെ അത് അന്നേരം പുരട്ടുമ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഉണങ്ങി കഴിയുമ്പം അങ്ങനെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ ഇന്നലെ രാത്രിയിൽ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഈ തലയണ കവർ മാത്രം മാറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ കവർ എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും മമ്മി അവിടെ ഇരുന്ന് എല്ലാം വാരിക്കൊണ്ട് വന്ന് നോക്കിയിട്ടും പക്ഷേ ഈ ഒരു ഇതിൻ്റെ തലയണ കവർ കിട്ടിയിട്ടില്ല കേട്ടോ. വേറെ ഏതൊക്കെയോ എടുത്ത് കാണിച്ചു. അവസാനം നോക്കി നോക്കി അത് കാണാത്തത് കൊണ്ട് ഇനി അത് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഇനി എവിടെയെങ്കിലും മടക്കി വെച്ചേക്കുവാണോ ഒന്നും അറിയത്തില്ല. എനിക്കിപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വേറൊരു തലയണ കവർ എടുത്തിട്ട് ഇത് മതി എന്നും പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് മമ്മി പോയേ കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ആൾക്ക് ജോലിയുടെ മേളിൽ ജോലിയാണ്, പോകാനൊക്കെ ഉള്ള ഒരുക്കമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്ക് ഇന്ന് തന്നെ ഇനി പിന്നെ എല്ലാം വൃത്തിയാക്കണം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മമ്മി നാളെ പോകും, അതുകൊണ്ട് ഇന്ന് തുടയ്ക്കണം തൂക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ നിന്ന് ജോലി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തൂക്കാനും വാരാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തുടയ്ക്കാനെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ അർച്ചന ദേവരാജിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് നവംബർ 27 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് നാളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അമൃത അനിൽകുമാറിൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി എനിക്ക് ഇവിടെ മറ്റേ മാതളം ഇങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം അത്ര ഇഷ്ടമല്ല. എനിക്ക് നല്ല തലകറക്കമൊക്കെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് എനിക്ക് ബ്ലഡൊക്കെ കുറവാണെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലഡൊക്കെ ഊറാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ട് ആൾ കൊണ്ടു തന്നെയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. നേരത്തെ എനിക്ക് വരുന്നുണ്ട്, അപ്പം ഇങ്ങനെ ബ്ലഡിന് കൗണ്ട് കുറവാണ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ എന്നെ നിർബന്ധിച്ച് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞു വെയിറ്റ് എങ്ങാനും കൂടി ഞാൻ മമ്മിയെ കൊല്ലുമെന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. കാരണം ഞാൻ ഡയറ്റ് ആണല്ലോ, അധികം അങ്ങനെ ഫുഡ് അങ്ങനെയൊന്നും കഴിക്കാറില്ല. പക്ഷേ ഈ മമ്മിയും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊണ്ട് തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് കഴിച്ചില്ലെങ്കിൽ നമ്മളെ കൊല്ലും. ഇവിടെ കിടന്ന് അലയ്ക്കും, നീ ഒന്നും കഴിക്കണ്ട, ഇനി ഇവിടെ അങ്ങനെ പിന്നെ എവിടെയെങ്കിലും ചെന്ന് മറിഞ്ഞടിച്ച് വീഴട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അലപ്പ് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കഴിക്കും. അങ്ങനെ പിന്നെ ഞാനൊന്ന് പിന്നെ പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് കുറച്ച് നേരം ബൈബിളൊക്കെ എടുത്ത് വായിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു വചനപ്പെട്ടി നിങ്ങളുടെ കയ്യിലുണ്ടോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 10 വർഷത്തോളം ആയി കാണുമായിരിക്കും. ഞാൻ കൊല്ലത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ കൊല്ലത്ത് മറ്റേ അൽഫോൺസ മാതാവ് ഉണ്ടല്ലോ, ഇവിടെ ഒരു മാതാവിൻ്റെ പള്ളി ഉണ്ടല്ലോ അങ്ങ്, പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്നത്, അവിടുന്ന് വാങ്ങിച്ചതാണ്. കയ്യെട്ടി യേശുവിൻ്റെ പള്ളിയുടെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിട്ടുണ്ടല്ലോ, അവിടുന്ന് അന്ന് വാങ്ങിച്ചതാണ്. ആ സമയത്ത് തന്നെ ഈ കയ്യെട്ടി യേശുവിൻ്റെ പള്ളിയുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അറിയാമെങ്കിലും പക്ഷേ എവിടെ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് അന്ന് വാങ്ങിച്ചായിരുന്നു പള്ളിയിൽ. അപ്പോൾ
അതെനിക്ക് 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഒരെണ്ണം ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത മനസ്സമാധാനമാണ് കേട്ടോ. ഓരോന്ന് പ്രാർത്ഥിച്ചിട്ടും ഞാൻ എവിടെ പോകാനായാലും പോകുന്നതിന് മുമ്പ് എടുത്ത് നോക്കി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര വിശ്വാസമാണ്. അതിനകത്ത് നമ്മുടെ മനസ്സിനകത്തുള്ളതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കുറച്ച് നേരം ബൈബിളൊക്കെ വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് മമ്മി ഇവിടെ തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വെളിയിലോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ, മറിഞ്ഞടിച്ച് വീഴുമെന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി എനിക്ക് പിന്നെ ഓട്ടട പോലെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് തന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ചപ്പാത്തി 2-3 ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിക്കകത്ത് പിന്നെ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടെ ഫില്ലിങ് ആണ് കേട്ടോ. അതും കൂടെ വെച്ച് മടക്കിയിട്ട് അതിങ്ങനെ ആക്കി എടുത്തതാണ്. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ. നമുക്ക് ചപ്പാത്തി ഇങ്ങനെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്കി കഴിക്കുന്ന അടിപൊളിയാണ്. അങ്ങനെ അതായിരുന്നു നല്ല ചൂടോടെ കൊണ്ട് തന്നുകൊണ്ട് കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചൂടോടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കൊണ്ട് തരും കേട്ടോ, നീ വെറുതെ ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ മമ്മിയൊക്കെ പോയി കഴിയുമ്പോൾ ഞാനിവിടെ തന്നെയാവും കേട്ടോ. പക്ഷേ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത് തന്നെ. ഇല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല, ഇങ്ങനെ കിടക്കും. ഭയങ്കര മടിയാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ തന്നെ ആണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്. അല്ലെങ്കിൽ എനിക്ക് വിശപ്പുമില്ല ദാഹവും ഇല്ല, അങ്ങനെയും ഞാൻ നടക്കുകയും കിടക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ ചോറും പിന്നെ മീൻകറിയും പിന്നെ പാവയ്ക്ക തോരനുമായിരുന്നു. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് അങ്ങനെയൊന്നും എടുത്തില്ല. പിന്നെ രാത്രിയിലേക്ക് നമുക്ക് ഫുഡ് ചോറും തോരനും, ഉച്ചക്കലത്തെ തോരൻ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തത് മമ്മി കൊണ്ട് തന്നു, മുട്ട വറുത്തതും. പിന്നീട് മീൻകറിയും കൂട്ടി കഴിച്ചു. ഇത്രയും കൂടി ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഇത് ഞങ്ങൾ 3 പേരുടെയും കൂടെ ഉള്ള കറികളൊക്കെയാണ്. അങ്ങനെ പിന്നെ അതിൽ നിന്നും കുറച്ച് കഴിച്ചു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ, സീ യു.